നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആശിച്ച വേഷം ആടിത്തീർക്കാൻ കഴിയാത്ത ഒരു വേദിയാണ് ജീവിതം. നമ്മുടെ മോശപ്പെട്ട സമയം നമുക്ക് ചുറ്റുമുള്ളവരെ മനസ്സിലാക്കാനുള്ള സമയം കൂടിയാണ്. ശത്രുക്കൾ ഉണ്ടാകാൻ വഴക്കിടേണ്ട ആവശ്യമില്ല. സത്യം തുറന്നു പറഞ്ഞാൽ മാത്രം മതി. ഇഷ്ടംപോലെ ശത്രുക്കൾ ബന്ധുക്കളിൽ നിന്നും, സ്വന്തക്കാരിൽ നിന്നും, സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ വന്നുകൊള്ളും. ചില അപ്രിയ സത്യങ്ങൾ തുറന്നു പറയേണ്ടി വന്നതിന്റെ പേരിൽ ശത്രുക്കൾ ഉണ്ടായ നടിയാണ് മഞ്ജു വാര്യർ. അവർ കടന്നുപോയ ദുർഘടമായ വഴിയിലെ ചില സത്യങ്ങളാകട്ടെ ഈ എപ്പിസോഡ്. മലയാള സിനിമയിലെ നടിമാരിൽ അപൂർവ വരലബ്ധിക്കുടമയാണ് മഞ്ജു വാര്യർ എന്ന കലാകാരി. അഭിനയ ജീവിതം തുടങ്ങിയ കാലം മുതൽ മലയാള പ്രേക്ഷകർ നെഞ്ചിലേറ്റിയ ഒരു അഭിനേത്രിയാണവർ. ഏതാണ്ട് 14 വർഷക്കാലം സിനിമയിൽ നിന്നും വിട്ടുനിന്നെങ്കിലും മലയാളികൾ അവരെ മറന്നില്ല, കൈവിട്ടില്ല. രണ്ടാം വരവിലും വളരെ സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും അവരെ ചേർത്ത് നിർത്തി. അവരെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു ഘടകവും കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞില്ല. ഉള്ളിൽ വലിയ ഒരു സങ്കടത്തിന്റെ കടലിരമ്പുന്ന സമയത്തും ചിരിച്ചുകൊണ്ട് അവർ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. നടി ആക്രമിക്കപ്പെട്ട സന്ദർഭത്തിൽ ഇതിലൊരു ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് കേസിന്റെ ഗതി മാറ്റിവിട്ടത് മഞ്ജു വാര്യരാണ്. അങ്ങനെ ഈ കേസിന്റെ അന്വേഷണം ദിലീപിലേക്ക് എത്തുകയും ദിലീപിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത ശേഷം മഞ്ജു വാര്യർ കുറച്ച് ഉൾവലിഞ്ഞു എന്ന ഒരു സംശയം ചിലരിലെങ്കിലും ജനിപ്പിക്കുകയും ചെയ്തു. അതിന് പലരും കൊടുത്ത ഭാഷ്യം തന്റെ മകളുടെ പിതാവാണ് ഇതിന്റെ പിന്നിലെന്ന് അറിഞ്ഞതുകൊണ്ടാണ് അവർ പിറകോട്ട് പോയതെന്നായിരുന്നു. മറ്റു ചിലർ പറഞ്ഞിരുന്നു അച്ഛനെ രക്ഷിക്കാനായി മകൾ വന്ന് പറയുമ്പോൾ മൊഴി മാറ്റി പറയുമെന്ന്. പിന്നീട് അതിജീവിതയ്ക്ക് വേണ്ടി പൊരുതുന്നവരോടൊപ്പം അവരുടെ സാന്നിധ്യം ഉള്ളതായി കണ്ടില്ല. അതൊക്കെ അവരുടെ മനം മാറ്റത്തിന്റെ ലക്ഷണമായി പലരും തെറ്റിദ്ധരിച്ചു. എന്നാൽ ഇതിന്റെ പിന്നിലെ സത്യങ്ങളും സംഭവങ്ങളും അറിയാവുന്ന സ്ത്രീകൾ മൊഴിമാറ്റി പറഞ്ഞപ്പോൾ തനിക്ക് ബോധ്യമുള്ളതും അറിയാവുന്നതുമായ സത്യത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് അവർ മൊഴി കൊടുത്തു. അതിൽ നിന്നും അണുവിട വ്യതിചലിച്ചില്ല. എന്നാൽ അവരുടെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് കുഴപ്പിക്കുന്ന പ്രതിഭാഗത്തിന്റെ ചില ചോദ്യങ്ങൾക്ക് ഓർമ്മയില്ല എന്ന് ഉത്തരം നൽകേണ്ടിയും വന്നു. വിധി വന്നതിന് ശേഷം അവർ ഈ കേസിന്റെ ആരംഭത്തിൽ പറഞ്ഞ ഗൂഢാലോചന സിദ്ധാന്തം വീണ്ടും ശക്തമായി അതിന്റെ പിന്നിലുള്ള ശക്തിയെ ചൂണ്ടിക്കാണിക്കും വിധം വ്യക്തമായി ഉന്നയിച്ചു. കൂടാതെ സംശയമന്യേ അവളോടൊപ്പം എന്ന് അരക്കിട്ടുറപ്പിച്ചു എന്ന് മാത്രമല്ല, അത് സോഷ്യൽ മീഡിയയിലൂടെ പൊതുസമൂഹത്തോട് ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്തു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഇരകളോടൊപ്പം നിന്ന് അവർക്ക് പിന്തുണ നൽകുന്ന യാതൊരു അഭിപ്രായവും പറയാതെ മാറി നിന്നപ്പോഴും, WCCയിൽ നിന്നും മാറി നിന്നപ്പോഴും മഞ്ജുവിനെതിരെ ഞാൻ ഉൾപ്പെടെ പലരും വിമർശനം ഉന്നയിച്ചിരുന്നു. അതിജീവിതയ്ക്കൊപ്പം അവർ നിൽക്കുന്നില്ല, തൻ കാര്യം നോക്കിപ്പോകുന്ന വ്യക്തിയോ എന്ന സംശയം മറ്റുള്ളവർ പറഞ്ഞപ്പോൾ എനിക്കുമുണ്ടായി. എന്നാൽ ഒരു കാര്യം വ്യക്തം, നടി ആക്രമിക്കപ്പെട്ട കേസിൽ എന്താണ് സംഭവിച്ചതെന്ന വ്യക്തമായ ധാരണ അവർക്കുണ്ട്. അതുകൊണ്ട് മാത്രമാണ് അവർ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതും അഭിപ്രായം പറയുന്നതും. തനിക്ക് ബോധ്യമല്ലാത്ത ഒരു കാര്യങ്ങളിലും അവർ അഭിപ്രായം പറയാറില്ല. അവർ മനസ്സ് തുറക്കാത്തത് കൊണ്ട് അവരുടെ മൗനം പലപ്പോഴും തെറ്റിദ്ധാരണകൾക്കും വിമർശനങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. പലപ്പോഴും സൈബർ ഗുണ്ടകളുടെയും PR വർക്കേഴ്സിന്റെയും വ്യക്തിഹത്യകൾക്ക് പാത്രമായിട്ടുണ്ടെങ്കിലും അതിനെയും അവർ മൗനം കൊണ്ട് നേരിടുകയാണ് ചെയ്തിട്ടുള്ളത്. മൗനം പലപ്പോഴും ഒരു ഔഷധമാണ്. ആ മൗനത്തിന്റെ അർത്ഥം അവർക്കൊന്നും പറയാനില്ലെന്നും മറ്റുള്ളവർ പറയുന്നതൊക്കെ ശരിയാണെന്നുമല്ല. നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾക്കതൊന്നും മനസ്സിലാകാനും പോകുന്നില്ല. അപ്പോൾ മിണ്ടാതിരുന്നാൽ തീരുന്ന പ്രശ്നമാണെങ്കിൽ തീരട്ടെ എന്ന് കരുതിയിട്ടുമാകാം. വളരെ ശ്രദ്ധയോടെയും സൂക്ഷ്മതയോടെയും ജീവിതം മുന്നോട്ട് നയിച്ചിട്ടും ഭൂമിയോളം ക്ഷമിക്കുന്നവളും സഹിക്കുന്നവളുമായിട്ടും അവർക്ക് 2 സംവിധായകരുടെ പേരിൽ പോലീസിൽ പരാതി കൊടുക്കേണ്ടതായി വന്നു. വിവാഹമോചനത്തിന് ശേഷം ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വന്ന ഒരു സ്ത്രീയുടെ ദയനീയ അവസ്ഥയാണ് അവരെ കൊണ്ട് ഇത്തരം ഒരു പ്രവൃത്തി ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ഒരു നായിക നടിക്ക് പലപ്പോഴും തന്റെ സംവിധായകരോടും നിർമ്മാതാക്കളോടുമൊക്കെ കൂടുതൽ അടുത്തിടപഴകേണ്ടതായും സംസാരിക്കേണ്ടതായും വരുന്നത് സ്വാഭാവികമാണ്. എന്നാൽ അതിനെ അവർ മറ്റു രീതിയിൽ കണ്ട് ചൂഷണം ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് പ്രശ്നമുണ്ടാകുന്നത്. ഇവിടെയും സംഭവിച്ചത് മറിച്ചല്ല. തമാശ പറയുകയും ചിരിക്കുകയും അടുത്തിടപഴകുകയും ഒക്കെ ചെയ്തപ്പോൾ ഈ സംവിധായകർ അവരെ തെറ്റിദ്ധരിച്ചതാകാം. മഞ്ജുവിന്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഇഷ്ടത്തിലുമൊക്കെ ഇവർ വേറെ മാനം കണ്ടപ്പോൾ അത് തിരിച്ചറിഞ്ഞ മഞ്ജു അവരോടുള്ള സമീപനത്തിൽ മാറ്റം വരുത്തി. അതിൽ അസഹിഷ്ണുത തോന്നിയ ഇവർ രണ്ടുപേരും സോഷ്യൽ മീഡിയയിലൂടെ അവരുടെ പേരിന് കളങ്കം ചാർത്തും വിധം അപവാദ പ്രചരണങ്ങൾ നടത്തി. ഇതിനെതിരെയാണ് മഞ്ജു വാര്യർ പോലീസിനെ സമീപിച്ചത്.
ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ച് വെറും കൈയോടെ പടിയിറങ്ങിയ മഞ്ജുവിന് അമിതാഭ് ബച്ചനോടൊപ്പം പരസ്യ ചിത്രത്തിൽ ആദ്യം അവസരം നൽകിയ ആളാണ് സംവിധായകൻ ശ്രീകുമാർ മേനോൻ. ജനമനസ്സുകളിൽ മഞ്ജുവിനുള്ള സ്ഥാനവും അംഗീകാരവും തിരിച്ചറിഞ്ഞത് കൊണ്ടാണല്ലോ ആ പരസ്യ ചിത്രത്തിൽ അവരെ അഭിനയിക്കാൻ തിരഞ്ഞെടുത്തത്. ആ പരസ്യ ചിത്രം ഹിറ്റായി എന്ന് മാത്രമല്ല, അവരുടെ രണ്ടാം വരവിലെ ആദ്യ ചിത്രമായ ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രവും വമ്പൻ ഹിറ്റായി മാറി. എന്നാൽ ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്ത മോഹൻലാലും മഞ്ജു വാര്യരും നായകന്മാരായി അഭിനയിച്ച ഒടിയൻ എന്ന ചിത്രം വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. അത് പ്രേക്ഷകരുടെ വിമർശനത്തിനും വഴിവെച്ചിരുന്നു. ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നതിന് മുൻപ് തൊട്ടേ ഇവരുടെ സൗഹൃദത്തിന് ഉലച്ചിൽ തട്ടിയിരുന്നു എന്ന് പറയപ്പെടുന്നു. എന്നാൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയായതോടുകൂടി ഇവരുടെ സൗഹൃദത്തിന് പൂർണ്ണ വിരാമവുമായി. പിന്നീടുണ്ടായ കേസും കോലാഹലവും ഒക്കെ വന്ന വഴിക്കങ്ങ് പോയി. അവസാനം അല്പം കഞ്ഞി എടുക്കട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് മഞ്ജു അവരുടെ വഴിക്കും അങ്ങ് പോയി. ഇതിനേക്കാളൊക്കെ തലവേദന കേസായിരുന്നു സംവിധായകൻ സനൽകുമാർ ശശിധരന്റെ പ്രണയഭ്രാന്ത്. മണിച്ചിത്രത്താഴിൽ തിലകൻ ചേട്ടൻ പറയുന്ന ഒരു ഡയലോഗുണ്ട്. സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്, പക്ഷേ ഇത്തരം ഭയാനകമായ ഒരവസ്ഥ ഇതാദ്യമാണ്. ഈ ഡയലോഗിനെ അനുസ്മരിക്കും വിധമായിരുന്നു കാര്യങ്ങളുടെ കിടപ്പ്. ഈ കേസ് കെട്ട് അവസാനം കണ്ടവർക്കും നിന്നവർക്കും പോയവർക്കും വന്നവർക്കുമൊക്കെ വട്ടുപിടിക്കുന്ന അവസ്ഥയിലേക്ക് നീങ്ങി. ഈ വൺ സൈഡ് പ്രണയത്തിന് മുൻപിൽ ആറാട്ടണ്ണൻ പോലും മുട്ടുമടക്കി. മഞ്ജു വാര്യരുടെ പരാതിയിന്മേൽ അമേരിക്കയിൽ നിന്ന് വന്ന സനൽകുമാർ ശശിധരനെ എയർപോർട്ടിൽ വെച്ച് പോലീസ് പൊക്കി. അപ്പോൾ അദ്ദേഹം ചാനലുകാരോട് വിളിച്ചു പറഞ്ഞ ഡയലോഗ് പോലും കോമഡി നിറഞ്ഞതായിരുന്നു. 2019 മുതൽ ഞാനും മഞ്ജുവുമായി പ്രണയത്തിലാണ്. ഞങ്ങളുടെ ബന്ധത്തിന് തടസ്സം നിൽക്കുന്നത് കേരള പോലീസാണ്. എനിക്കും മഞ്ജുവിനും എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദി കേരള പോലീസ് മാത്രമാണ്. എന്നാൽ ഇപ്പോൾ അയാൾ ജാമ്യമൊക്കെ കിട്ടി അല്പം ഒതുങ്ങിയിട്ടുണ്ട്. ഇത് നിർത്തുമെന്ന് തോന്നുന്നില്ല. ആവർത്തിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ കേസ് രാഹുൽ ഈശ്വറിന്റെ നേതൃത്വത്തിലുള്ള മെൻസ് അസോസിയേഷൻ ഏറ്റെടുക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഇത്തരം പുരുഷന്മാർക്കും നീതി കിട്ടേണ്ടത് അനിവാര്യമാണല്ലോ. അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. വിവാഹമോചനത്തിന് ശേഷം ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീ അനുഭവിക്കുന്ന ദുർഘടമായ പ്രതിസന്ധികളുടെ നേർക്കാഴ്ചയാണ് ഇതൊക്കെ. മഞ്ജു വാര്യരുടെ വിവാഹശേഷമുള്ള ജീവിതം വിഷമകരവും ക്ലേശകരവുമായിരുന്നു എന്ന് അവരുമായി അടുത്ത ബന്ധമുള്ള കൂട്ടുകാരികൾ പറയുന്നത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ തന്റെ കുടുംബകാര്യങ്ങളൊന്നും തന്നെ പൊതുമധ്യത്തിൽ വിളമ്പി വിഴുപ്പലക്കാൻ അവർ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, ഒരിക്കൽ പോലും തന്റെ മകളുടെ പിതാവിനെ കുറിച്ച് പൊതുമധ്യത്തിൽ മോശമായി അവർ സംസാരിച്ചിട്ടുമില്ല. എന്നാൽ അവരെ മോശമായി ചിത്രീകരിച്ച് കോടതിയുടെ മുൻപാകെ സ്വഭാവഹത്യ നടത്തുന്നതിന് വേണ്ടി വക്കീൽ ഭർത്താവിന്റെ അനുജന് അയച്ചു കൊടുത്തതും തിരിച്ച് മറുപടി കൊടുക്കുന്നതുമായ ഒരു വോയിസ് ക്ലിപ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാകെ പ്രചരിക്കുന്നുണ്ടല്ലോ. അവർ കടുത്ത മദ്യപാനിയാണെന്നും വീട്ടിൽ പറയാതെ തോന്നുന്നത് പോലെ ഇറങ്ങി നടക്കുന്ന സ്ത്രീയാണെന്നും ഒക്കെ പറയുന്നത് നമ്മൾ കേട്ടതല്ലേ. തന്നെയുമല്ല, അവരെ നശിപ്പിച്ചേ അടങ്ങൂ എന്ന വാശിയോടെ അവർക്കെതിരെ വളരെ ഹീനമായ രീതിയിൽ ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും ഇല്ലാ കഥകളും കൊണ്ട് സൈബറിടങ്ങൾ നിറയുകയാണ്. എന്നാൽ ഇതൊന്നും വിശ്വസിക്കാത്ത വലിയൊരു ജനസമൂഹം അവരെ ചേർത്ത് നിർത്തുകയാണ് അവരുടെ വീട്ടിലെ ഒരംഗത്തെ പോലെ. ഇതെല്ലാം കണ്ടും കേട്ടും ഉള്ളിലൊരു അഗ്നിപർവ്വതം തിളയ്ക്കുമ്പോഴും ചിരിച്ചുകൊണ്ട് വളരെ സൗമ്യതയോടെയും പക്വതയോടെയും നമ്മുടെ മുൻപിൽ അവർ തലയുയർത്തി നിൽക്കുകയാണ്. മഞ്ജുവിന് ഇനിയും ഉയർന്നു പറക്കുവാൻ സാധിക്കട്ടെ. എല്ലാവിധ നന്മകളും നേരുന്നു. ജീവിതത്തിൽ നമ്മളെ എല്ലായ്പ്പോഴും കുറ്റപ്പെടുത്തുന്നവരുടെ മുൻപിൽ നമ്മുടെ ശരികളെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം ആ ശരികൾക്ക് മുൻപിലും അവർ കുറ്റങ്ങൾ കണ്ടെത്തും. നിർത്തുന്നു. നന്ദി, നമസ്കാരം.